ഹലോ എവ്രി വൺ, ഇത് കണ്ടോ, ഒരു നല്ല പിക്കിളാണ് നമ്മളിന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. എന്തിൻ്റെ പിക്കിളാണെന്നറിയാമോ? താളിൻ്റെ പിക്കിളാണ്. ചേമ്പിൻ്റെ തണ്ട് കൊണ്ട് ഉണ്ടാക്കിയ പിക്കിളാണിത്. വളരെ ഇൻസ്റ്റൻ്റ് ആണ്, ഉണ്ടാക്കിയാൽ ഉടൻ തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. വളരെ ഹെൽത്തി ആയിട്ടുള്ള പിക്കിളാണ്, പറയേണ്ട കാര്യമില്ല. താളാണ്, അപ്പോൾ അത് നല്ലപോലെ ഫൈബറും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഹോപ്പ് യു ഓൾ ഫൈൻ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. ഇത് പിക്കിൾ ഉണ്ടാക്കാനായിട്ട് നമ്മൾ താള് ഒരു കപ്പ് താള് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഓരോ ടേബിൾ സ്പൂൺ വെച്ച് ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കുക. കടുകും ഉലുവയും പൊട്ടിക്കഴിയുമ്പം അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. അതെല്ലാം ഒന്ന് പകുതി വഴന്നു കഴിയുമ്പം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന താൾ ഇട്ട് കൊടുക്കാം. താൾ മൂത്ത് കഴിയുമ്പോൾ നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്നും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ പൊടികൾ ചേർക്കണം. ആ സമയത്ത് തീ വളരെ കുറച്ച് വെക്കണം. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ അച്ചാർ പൊടിയുമാണ് ചേർത്തിരിക്കുന്നത്. അച്ചാർ പൊടി ഇല്ലെങ്കിൽ അതിൻ്റെ സ്ഥാനത്ത് 1 ടീസ്പൂൺ ചുവന്ന മുളക് പൊടിയും 1/4 ടീസ്പൂൺ വെച്ച് ഉലുവാപ്പൊടിയും കായപ്പൊടിയും ചേർക്കാം. പൊടികളെല്ലാം മൂത്ത് കഴിയുമ്പം നമുക്ക് ഇതിലേക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നമുക്ക് എത്ര ഗ്രേവി ആയിട്ടാണ് വേണ്ടത്, ഡ്രൈ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ, നല്ലതായിട്ട് ചാറ് വേണമെങ്കിൽ അങ്ങനെ, ആവശ്യമുള്ളത്രയും വിനാഗിരി ഒഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ താളിൻ്റെ ഇൻസ്റ്റൻറ്റ് അച്ചാർ റെഡിയാവുന്നതാണ്. ചക്ക വേവിച്ചതിൻ്റെ കൂടെയോ കപ്പ വേവിച്ചതിൻ്റെ കൂടെയോ കപ്പ പുഴുങ്ങിയതിൻ്റെ കൂടെയോ പിന്നെ ചോറിൻ്റെ സൈഡ് ഡിഷായിട്ടൊക്കെ വളരെ നല്ല ഒരു പിക്കിളാണ്. നമ്മൾ കളറൊക്കെ ചേർത്ത അച്ചാർ എത്രയോ വിലകൾ കൊടുത്താണ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നത്. ആ സമയത്ത് ഇങ്ങനെ നമ്മൾ പാഴാക്കി കളയുന്ന വസ്തുവിൽ നിന്ന് വളരെ രുചികരമായ ഒരു തൊടുകറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക. ഇന്ന് ആദ്യമായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലെയുള്ള കിടിലൻ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. കൂട്ടത്തിൽ ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസും കൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ടുഡേയ്സ് വീഡിയോ. എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കണം. ഉടൻ തന്നെ നമുക്ക് ഇതുപോലെ ഒരു വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. വിത്ത് ലവ്, മെറിൻ ടീച്ചർ.